ഇന്ന് നമുക്ക് വളരെ രുചിയുള്ള ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ബട്ടർ ചിക്കൻ. എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇതിനുവേണ്ടി ഞാൻ 650 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ കറിക്കട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ചിക്കന് നമ്മൾ 2 മാരിനേഷൻ കൊടുക്കും. ആദ്യം നമ്മൾ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടി വയ്ക്കാം. ഒരു 20 മിനിറ്റ് നേരത്തേക്ക് ഇത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ജീരകം പൊടി 1/4 ടീസ്പൂൺ, ചെറിയ ജീരകം വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ്, ഗരം മസാല 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ കസൂരി മേത്തി, വെള്ളം മാറ്റിയെടുത്തിട്ടുള്ള തൈര്, നല്ല കട്ട തൈര് 1 ടേബിൾ സ്പൂൺ. തൈരിലെ വെള്ളം മാറ്റാനായിട്ട് അരിപ്പയിലേക്ക് തൈര് ഒഴിച്ചിട്ട് കുറച്ച് ഏറെ സമയം മാറ്റി വയ്ക്കുക. അപ്പോൾ അതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി നല്ല തിക്കായിട്ടുള്ള തൈര് നമുക്ക് കിട്ടും. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇത് പുരട്ടിയെടുക്കുക. ഇങ്ങനെ പുരട്ടിയെടുക്കുന്ന ചിക്കൻ ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കുക. ഒരു 24 മണിക്കൂർ വരെ നമുക്കിതിങ്ങനെ പുരട്ടി വയ്ക്കാവുന്നതാണ്. കൂടുതൽ സമയം വയ്ക്കും തോറും ചിക്കൻ കൂടുതൽ ജ്യൂസി ആയിരിക്കും. നമ്മളത് ഫ്രൈ ചെയ്യുമ്പോഴും അതുപോലെ ഗ്രേവിയിലിട്ട് കുക്ക് ചെയ്യുമ്പോഴും ഒന്നും അതൊട്ടും ഡ്രൈ ആയി പോകാതെ നമുക്ക് കിട്ടും. ഞാനിതിപ്പോൾ 3 മണിക്കൂർ നേരത്തേക്കാണ് മാറ്റി വയ്ക്കുന്നത്. ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാൻ പോവാണ്. നല്ല ചൂടുകെട്ടുള്ള ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇനി 2 ടീസ്പൂൺ അതായത് 10 ഗ്രാം ബട്ടർ ചേർക്കാം. ഇത് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു കഷ്ണം കറുവപ്പട്ട, 2 ഗ്രാമ്പു, ഒരു 6 ഏലക്ക ഇത്രയും ചേർക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് ഇതിലേക്ക് ഒരു സവാള ചേർക്കാം. സവാള അധികം കനം കുറച്ച് അരിയിടണമെന്നൊന്നുമില്ല. ഇത് വഴറ്റിയെടുത്ത ശേഷം അരച്ചെടുക്കാനുള്ളതാണ്. ഒരു 1-2 മിനിറ്റ് നേരം സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടുള്ളത്, കുറച്ച് മല്ലിയിലയുടെ തണ്ട്, കാശ്മീരി മുളക് 4 എണ്ണം, പിന്നെ എരിവിനായിട്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് അതിൻ്റെ പകുതിയാണ് ഞാൻ ചേർക്കുന്നുള്ളൂ. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഇനി ഒരു 25 അണ്ടിപ്പരിപ്പ് ചേർക്കാം. അണ്ടിപ്പരിപ്പ് നമ്മുടെ ഗ്രേവിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കാനും ഗ്രേവി കൂടുതൽ തിക്കാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇനി ഇതിലെ മെയിൻ ചേരുവയാണ് തക്കാളി. നന്നായിട്ട് പഴുത്ത 3 തക്കാളി, വലിയ തക്കാളിയാണ്, അത് ചേർക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി ഈ തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നത് വരെ, ഇതിലുള്ള എല്ലാ ചേരുവകളും നല്ല സോഫ്റ്റായി വരുന്നത് വരെ സമയമെടുത്തത് വേവിച്ചെടുക്കുക. മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിക്കാം. ഈ സമയത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ഒട്ടും ചേർക്കരുത്. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയ ശേഷമാണ് നമ്മളത് അരയ്ക്കുന്നത്. അപ്പോൾ അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇതിൽ നിന്നും ആ കറുവപ്പട്ടയും പിന്നെ ഗ്രാമ്പും എടുത്തു മാറ്റുകയാണ്. ഏലക്ക എടുത്തു മാറ്റുന്നില്ല, അത് അവിടെ തന്നെ കിടക്കട്ടെ. നന്നായിട്ട് ചൂടാറി വന്ന ശേഷം നമുക്കത് അരച്ചെടുക്കാം. 3 മണിക്കൂറിന് ശേഷം ചിക്കൻ പുറത്തെടുത്ത് വെക്കുക. ഒരു അരമണിക്കൂറെങ്കിലും ആയിട്ടുണ്ട് ഇപ്പോൾ ചിക്കൻ പുറത്തെടുത്തിട്ട്. ആ തണുപ്പൊക്കെ ഒന്ന് മാറി ഏകദേശം ഒരു റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ആ ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർക്കാം. ഞാനൊരു 2 ബാച്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. ചിക്കൻ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒരു സൈഡ് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിടാം. ഈ വശം ഒരു 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം. കുറച്ച് സമയം ഇത് മൂടി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടും. ഏകദേശം ഒരു 12 മിനിറ്റോളം ഇത് തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ പീസസിൻ്റെ വലിപ്പം അനുസരിച്ച് ഇത് വേവാനുള്ള സമയത്തിന് വ്യത്യാസം വരാം. ഇവിടെ ഈ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് മാറ്റാം.
ബാക്കിയുള്ള ചിക്കൻ ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ചിക്കൻ മുഴുവൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ആ തക്കാളിയുടെ കൂട്ട് തണുത്ത് വന്നു കഴിയുമ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നല്ല ചൂടോട്ടുള്ള ഒരു പാൻ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കാം. 1 ടീസ്പൂൺ ബട്ടർ ചേർക്കാം. ഇതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. 1-2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ തക്കാളിയുടെ കൂട്ട് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിനി മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തോളം ഇത് കുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇത് പെട്ടെന്ന് അടി പിടിക്കും, പാത്രത്തിന് അടിയിൽ ഒട്ടിപ്പിടിക്കും. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പോളം വെള്ളം ചേർക്കാം. ചെറു ചൂടുള്ള വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി വീണ്ടും ഇത് മൂടി വെച്ചിട്ട് ആ ഗ്രേവിയുടെ മുകളിൽ എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു പാകമാകുന്നവരെ ഒരു 10 മിനിറ്റോളം അത് കുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ ഗ്രേവിയുടെ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ ഒരു പാകമായിട്ടുണ്ട്. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർക്കാം. നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി ഇത് വീണ്ടും മൂടി വയ്ക്കുക. ഒരു 6-7 മിനിറ്റ് കൂടി ഇത് കുക്ക് ചെയ്യാം. ഈ ഒരു സമയം കൊണ്ട് ആ ഗ്രേവിയുടെ ആ ഫ്ലേവറൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് കിട്ടും. ഒരു 7 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ബട്ടർ, 1 ടീസ്പൂൺ തേൻ. ഇതിന് പകരം അല്പം പഞ്ചസാര ചേർത്താലും മതി. 2 ടീസ്പൂൺ ഫ്രഷ് ക്രീം ഇത്രയും ചേർക്കാം. ഇനി അധിക സമയത്ത് കുക്ക് ചെയ്യരുത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫോളോ ചെയ്യാം. ഇതിലേക്ക് അധികം ബട്ടറും ക്രീമും ഒന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് മടുപ്പ് തോന്നുന്ന ആ ഒരു ടേസ്റ്റ് അല്ല ഇതിന്. ഞാനിത് ജീര റൈസിനൊപ്പമാണ് സെർവ് ചെയ്യുന്നത്. നല്ലൊരു കോമ്പിനേഷനാണിത്. ഇത് കൂടാതെ നമുക്ക് ഇത് പൊറോട്ട, നാൻ, ചപ്പാത്തി ഇതിൻ്റെയൊക്കെ ഒപ്പം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് ഇവിടെ നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.